ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കും. ഇതൊരു അത്ഭുതത്തിന്റെ ദിവസമാണ്, ഇതൊരു അനുഗ്രഹത്തിന്റെ ദിവസമാണ്, ഇതൊരു ജയത്തിന്റെ ദിവസമാണ്. ഓരോ ദിവസവും നിങ്ങളുടെ മധ്യത്തിൽ വചനവുമായിട്ട് വരാൻ കർത്താവ് കൃപ ചെയ്യും. കഴിഞ്ഞ എപ്പിസോഡിൽ വെളിപ്പെട്ട വചനം ലക്ഷങ്ങൾക്ക് വിടുതലായി. ഞങ്ങൾക്കൊരു 1000 സാക്ഷ്യം തന്നെ ലഭിച്ചു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ എപ്പിസോഡ് നിങ്ങളെപ്പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്നു. ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചത് ഒരു ഫാമിലിയാണ്. അവർക്ക് ലഭിച്ച നന്മയുടെ ഒരു ഭാഗം മാറ്റിവെച്ച് അവരിന്ന് ശുശ്രൂഷ ചെയ്യുക. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വരെ പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതി മാറിയ പോലെ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ സ്ഥിതി കർത്താവ് മാറ്റും. നമുക്ക് വചനത്തിലേക്ക് കടക്കാം. വേദപുസ്തകത്തിൽ നിന്ന് ഈ പകലത്തെ ചിന്തയ്ക്കായി ഒരു വാക്യം നമ്മൾ വായിക്കും. മർക്കൂസിന്റെ സുവിശേഷം 16-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. മാർക്ക് ചാപ്റ്റർ 16 verse 14 to 17 നമുക്ക് വായിച്ചു കേൾക്കാം. പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. നല്ല വചനം ഓർത്തൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. മർക്കൂസിന്റെ സുവിശേഷം 16-ാം അധ്യായം യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ തുടർന്നുള്ള സംഭവങ്ങളാണ്. നിങ്ങൾക്കറിയാമോ, നമ്മെപ്പോലെ ഈ ഭൂമിയിൽ ജനിച്ച് വളർന്ന് 33-ാമത്തെ വയസ്സിൽ 33.5 വർഷം ഭൂമിയിൽ ജീവിച്ചിരുന്ന് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനം ഏറ്റ് ദൈവത്തിന് സ്തോത്രം പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി ആത്മാവിന്റെ ശക്തിയോടെ യാത്ര തിരിച്ച നസ്രയനായ യേശുവിന്റെ ചരിത്രം മർക്കോസ് വേദപുസ്തകം തുടങ്ങുമ്പോൾ 3.5 വർഷം കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് ഭൂലോകത്തെ ഇളക്കി മറിച്ച ദൈവപുത്രൻ അവനും അവന്റെ കൂടെ ഒരു കൂട്ടം ശിഷ്യവൃന്ദങ്ങളെ അവൻ വാർത്തെടുത്തു. ആമേൻ. എന്തിനെന്നറിയാമോ? താൻ ചെയ്തതിലും അധികം ചെയ്യാൻ ഒരു കൂട്ടത്തെ ദൈവം തെരഞ്ഞെടുക്കുന്നു. 3.5 വർഷം കൊണ്ട് ഭൂലോകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഭൂതങ്ങളെ പിടിച്ചുകെട്ടി മന്ത്രവാദങ്ങളെ ശ്വാസിച്ച് കുരുടന്റെ കണ്ണ് തുറന്ന് ചെകിടന്റെ ചെവിയെ തുറന്ന് ദൈവത്തിന് സ്തോത്രം മരണപാശങ്ങളെ അഴിച്ച് അത്ഭുതങ്ങളുടെ പരമ്പര എൻ്റെ യേശു ആരംഭിച്ചു. പക്ഷെ പെട്ടെന്ന് ഒരു സംഭവം, അവൻ പടയാളികളാൽ പിടിക്കപ്പെട്ടു. ആമേൻ. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. അവനെ കാൽവരി ക്രൂശിൽ ക്രൂശിച്ചു. അരിമത്യക്കെന്ന യോസഫിന്റെ കളറിൽ അടക്കം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ ശിഷ്യന്മാരെല്ലാം ചിതറി 4 വഴിക്കും ഓടി. ഞങ്ങൾ പിടിച്ച മാർഗം, ഞങ്ങൾ പിടിച്ച നാമം, ഞങ്ങളുടെ ലീഡർ പിടിക്കപ്പെട്ടു. മാത്രമല്ല അവർ അവനെ കൊല്ലുകയും ചെയ്തു. ഇങ്ങനെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ വേദപുസ്തകത്തിലെ പ്രവചനം എന്ന വണ്ണം, യേശുവിന്റെ പ്രസംഗത്തിലെ പ്രവചനം എന്ന വണ്ണം 3-ാം ദിവസം കല്ലറകളെ ഭേദിച്ച് എൻ്റെ യേശു ഉയർത്തെഴുന്നേറ്റു. 16-ാം അധ്യായം ഉയർത്തെഴുന്നേറ്റ ശേഷം 12 പേരെ യേശു തെരഞ്ഞെടുത്തു. അതിൽ ഒരുവൻ യൂദ ആയിരുന്നു. അവൻ സാത്താൻ ആയിരുന്നു. ജീസസ് എന്ന് പറഞ്ഞാൽ സാത്താന്റെ പ്രവൃത്തിക്ക് ഏൽപ്പിച്ചു കൊടുത്തവൻ ആയിരുന്നു. ശ്രദ്ധിക്കുക, യൂദ തള്ളപ്പെട്ടപ്പോൾ 11 പേരുടെ ചരിത്രം മർക്കോസ് 16-14 തുടങ്ങുകയാ. വായിക്കാം. മർക്കോസ് 16-14 ഒരിക്കൽ കൂടെ വായിച്ചു തുടങ്ങാം. പിന്നത്തേതിൽ 11 ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ
അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെയും ശാസിച്ചു. ഇന്ന് ഞാൻ പ്രസംഗിക്കുന്നത് വിശ്വാസത്തെ കുറിച്ചാണ്. ആമേൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട് അടുത്തിരിക്കുന്ന കൈ കൊടുത്തവരോട് വിശ്വാസം ഉള്ളവരായിരിക്കാൻ പറ. ഹല്ലേലൂയ. ഞാൻ ഒരു സത്യം നിങ്ങളോട് പറയാം. ആമേൻ. നിങ്ങൾ എത്ര വലിയ പരാജയത്തിൽ വീണ വ്യക്തി ആണെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട. വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വെളിവരാം. ഏത് പ്രശ്നത്തിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തിയാണെങ്കിലും വിശ്വസിക്കാൻ തുടങ്ങ. നിനക്ക് മുമ്പിൽ വഴികൾ വിശാലപ്പെട്ടു വരും. നിനക്ക് മുമ്പിൽ വാതിലുകൾ തുറന്നു വരും. എനിക്കറിയാം ഇന്നിവിടെ കൂടപ്പെട്ട ചിലരോട് പരിശുദ്ധാത്മ പറയുക, നിന്റെ വിശ്വാസം ചലിച്ചു തുടങ്ങട്ടെ. ദൈവം നിനക്ക് വേണ്ടി ഭയങ്കര കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാ. നിങ്ങൾക്ക് എന്തോ കഴിവുണ്ടെന്നല്ല ചോദ്യം, നിങ്ങൾക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടോ? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, ജീവിതത്തിൽ ഒരു കാര്യത്തിന്റെ പോസിറ്റീവിലേക്ക് നമ്മുടെ മനസ്സ് വരണമെങ്കിൽ നമ്മളിൽ വിശ്വാസം ഉദിക്കണം. ഇന്നിവിടെ കൂടപ്പെട്ടവരോട് ദൈവാത്മാവ് പറയും, നിങ്ങളെ വിടുവിക്കാൻ ദൈവത്തിന്റെ സമയമായി, നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ ദൈവത്തിന്റെ സമയമായി. പക്ഷെ നിങ്ങളിൽ ഉണ്ടാകേണ്ടത് വിശ്വാസം അത്രേ. എപ്പോഴും ഒരു കാര്യം ഓർക്കുക, വർഷങ്ങൾക്ക് മുമ്പ് നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ എൻ്റെ കർത്താവ് മറന്നിട്ടില്ല. ഇന്നും അത് നിവർത്തിക്കാൻ എൻ്റെ ദൈവം ശക്തൻ അത്രേ. പക്ഷെ ഒരൊറ്റ ചോദ്യമേ ദൈവം ചോദിക്കുന്നുള്ളൂ, വിശ്വസിക്കുവാൻ നിനക്ക് മനസ്സുണ്ടോ? അടുത്തിരിക്കുന്നത് കൈ കൊടുത്ത് ചോദിച്ച് വിശ്വസിക്കാമോ എന്ന് ചോദിക്കുക. നമ്മുടെ അകത്ത് വിശ്വാസം ഉണ്ടാവും. ഇപ്പൊ ശ്രദ്ധിക്കുക, ഒരാൾ രോഗിയാണെന്ന് വിചാരിക്കുക. ഒരാൾ രോഗിയാണ്, ആമേൻ. ഒരാൾക്ക് 1 കോടി രൂപ കടമുണ്ടെന്ന് വിചാരിക്കുക. ഒരാൾക്ക് സ്വന്തമായ ഒരു വീടില്ലെന്ന് വിചാരിക്കുക. ഒരാൾ വലിയ കേസിൽ കുടുങ്ങിക്കിടക്കുക എന്ന് വിചാരിക്കുക. വേറൊരാൾ ശാപത്തിൽ കുടുങ്ങിയിരിക്കുക എന്ന് വിചാരിക്കുക. പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നു, എല്ലാത്തിനും പരിഹാരം നമ്മുടെ അകത്തെ വിശ്വാസമാണ്. നീ വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ വരുമ്പോൾ പ്രശ്നം നിന്നെ വിട്ട് അകലാൻ തുടങ്ങും. നീ വിശ്വാസത്തോടെ കാലുകൾ വെക്കുമ്പോൾ രോഗം നിന്നെ വിട്ട് ഓടാൻ തുടങ്ങും. നീ വിശ്വാസത്തോടെ കൈകൾ ചലിപ്പിക്കുമ്പോൾ അത്ഭുതങ്ങൾ നിനക്ക് മുമ്പിൽ വരുവാൻ തുടങ്ങും. ഒരൊറ്റ കാര്യമേ ദൈവം പറയുന്നുള്ളൂ, ഭയപ്പെടാതെ വിശ്വസിക്കുക. ഈ ദൈവത്തിൽ വിശ്വാസമുള്ള ഒരാളോട് പറയാം, നിങ്ങൾക്ക് മുമ്പിൽ എന്തു വന്നാലും നിങ്ങൾ ക്ഷീണിക്കരുത്. എപ്പോഴും ഓർക്കുക, തളർന്നിരിക്കുന്ന ഒരാളെ കൊണ്ട്, വിശ്വാസം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർക്കണം, നമ്മൾ വിശ്വസിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. ആമേൻ. വിശ്വാസത്തിന്റെ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴാണ് കാര്യങ്ങൾ തിരിയുന്നത്. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ കയറി പറയാം. നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു കാര്യത്തിന്റെ വിടുതലിന് വേണ്ടി വിശ്വസിച്ചാൽ, ആദ്യം വിശ്വസിക്കുമ്പോൾ ആ പ്രശ്നം കൊടുമ്പിരി കൊള്ളും. ആമേൻ. ഈ മെസ്സേജ് കേൾക്കുമ്പോഴും നിനക്കെതിരെ ചിലത് തിരിഞ്ഞെങ്കിൽ വിശ്വസിക്ക്, മിനിറ്റുകൾക്കകം അത് തിരിച്ചു തിരിയും. എനിക്കറിയാം, നിന്നെ ഈ ഓഡിറ്റോറിയത്തിൽ ദൈവം കൊണ്ടുവന്നത് ഇന്ന് വരെ പോയിട്ടില്ലാത്തൊരു വഴിയെ കൂടെ നിന്നെ ദൈവത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. പക്ഷെ ഒരു ചോദ്യം, നിനക്ക് വിശ്വസിക്കാൻ മനസ്സുണ്ടോ? ഓ, ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേൾക്കുക. എനിക്കറിയാം, ഇവിടെ ഇരുന്നുകൊണ്ട് വിശ്വാസത്താൽ ചില വിഷയങ്ങളെ നിനക്ക് തൊടാൻ പറ്റും. ഇവിടെ ഇരുന്നുകൊണ്ട് നിന്റെ വീട്ടിൽ വിടുതൽ പ്രഖ്യാപിക്കാൻ കഴിയും. ഇവിടെ ഇരുന്നുകൊണ്ട് അത്ഭുതത്തെ വിളിച്ചു വരുത്താൻ കഴിയും. ഇവിടെ ഇരുന്നുകൊണ്ട് വീര്യപ്രവർത്തികളെ ചെയ്യാൻ പറ്റും. ഞാൻ ഒരു പടി കൂടെ കയറി പറയാം. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ വിശ്വാസം, ഉറങ്ങിക്കിടക്കുന്ന വിശ്വാസം എഴുന്നേറ്റ് വരണം. എതിരായി സംഭവിക്കുന്നതിനെ നോക്കി പറയണം, വിശ്വാസത്താൽ ഞാൻ അതിനെ ജയിക്കും. വിശ്വാസത്താൽ അതിന്മേൽ ഞാൻ അത്ഭുതം കാണും. വിശ്വാസത്താൽ അതിന്മേൽ ഞാൻ വിടുതൽ കാണും. അതെന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് പകൽ ഈ മീറ്റിംഗ് ആശീർവാദം പറയുന്നതിന് മുമ്പ് നിന്റെ വിശ്വാസം നിന്റെ അകത്ത് ചലിച്ചു തുടങ്ങട്ടെ. ഓ, താങ്ക് യു ലോർഡ്. എത്ര പേർക്ക് ആത്മാവിൽ കാണുവാൻ കഴിയും? എത്ര പേർക്ക് ആത്മാവിൽ കാണുവാൻ കഴിയും? നീ ഇവിടെ വിശ്വസിക്കുമ്പോൾ നിന്റെ വീടിനകത്ത് അത്ഭുതങ്ങൾ സംഭവിക്കുകയാ. നിന്റെ തലമുറമേൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാ. നിന്റെ സന്തതിയുടെ ബുദ്ധി മണ്ഡലത്തിന്മേൽ അത്ഭുതങ്ങൾ സംഭവിക്കുക. ഒരൊറ്റ കാര്യം, വിശ്വസിക്കുക. നിങ്ങൾ നോക്കിക്കേ, നമുക്ക് 14-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധയോടെ ശ്രദ്ധിക്കാം. വായിച്ചേ. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷനായി. യേശു 11 പേർക്ക് പ്രത്യക്ഷനായി. ഇങ്ങോട്ട് നോക്കിയേ, ശിഷ്യന്മാര് പേടിച്ചരണ്ടൊരു മുറിക്കകത്തിരിക്കുക. ഇരിക്കുമ്പോ 11 പേരുടെ നടുവിൽ കർത്താവ് പ്രത്യക്ഷനായി. എന്നിട്ട് വായിച്ചേ. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് വിശ്വസിക്കായികയാൽ. ആര്? ഈ 11 പേര്
വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയകാഠിന്യത്തെ ആര് ശാസിച്ചു? കർത്താവ് ശാസിച്ചു. അപ്പൊ ഇന്ന് ചിലതിനെയൊക്കെ ശാസിക്കാനുണ്ട്. ഗ്ലോറി. നാളെ ഇതുവരെ നിനക്ക് വിടുതൽ കിട്ടാത്തതിന് കാരണം നിന്റെ അകത്തു വെളിപ്പെടുന്ന അവിശ്വാസമാണ്. ആമേൻ. നിങ്ങൾക്കറിയാമോ, ലാസറിന്റെ കല്ലറയിലോട്ട് യേശു നടന്നു നീങ്ങുമ്പോൾ, കുഞ്ഞേ, യേശുവിനോട് നിനക്ക് സ്നേഹമുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. പക്ഷെ സ്നേഹമുണ്ടെന്ന് കരുതി വിടുതൽ കിട്ടണമെന്നില്ല. വിടുതൽ കിട്ടണമെങ്കിൽ വിശ്വാസം വേണം. മാർത്തയ്ക്ക് ഭയങ്കര സ്നേഹമാ കർത്താവിനോട്. അവള് പറയാ, കർത്താവെ മരിച്ചു, നാറ്റം വെച്ച് കർത്താവെ 4 നാളായി. ഇത് പറയുമ്പോ യേശു പറയുക, കർത്താവിന്റെ സ്തോത്രം, ഏമി മാമി, നീ വിശ്വസിച്ചാൽ എന്റെ മഹത്വം നീ കാണും എന്ന് പറഞ്ഞാൽ, വിശ്വസിക്കാത്ത കാലത്തോളം നിനക്ക് അടഞ്ഞ കല്ലറയും ചത്ത ലാസറിനെയും കാണാൻ പറ്റൂ. എപ്പോൾ നീ വിശ്വസിക്കുമോ അപ്പോൾ മുതൽ തുറന്ന കല്ലറയും മരിച്ച ഉയർത്ത ലാസറിനെ കാണാം. നിങ്ങളുടെ മനസ്സിലോട്ട് ഈ ദൂതം ഇറങ്ങട്ടെ. എപ്പോൾ നിന്റെ അകത്തിരിക്കുന്ന വിശ്വാസം എഴുന്നേക്കുന്നോ ആ മിനിറ്റിൽ അത്ഭുതം കൺമുമ്പിൽ വെളിപ്പെടാൻ തുടങ്ങും. ഒരാമീൻ പറഞ്ഞാട്ട്, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഇന്ന് പകൽ ചിലരെ ദൈവം ഇവിടെ കൊണ്ടുവന്നത് നിന്റെ ഉറങ്ങിക്കിടക്കുന്ന വിശ്വാസത്തെ തട്ടി ഉണർത്താൻ വേണ്ടിയാ. ഇവിടെ ബൈബിൾ പറയാ, യേശു അവരുടെ അവിശ്വാസത്തെ, ഹൃദയ കാഠിന്യത്തെ ശാസിച്ചു. അടുത്ത വായിച്ച്, അവിശ്വാസത്തെ, ഹൃദയ കാഠിന്യത്തെ ശാസിച്ചു. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോട് സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. 17ാമത്തെ വാക്യം, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഇതാ നമ്മുടെ പ്രസംഗ വിഷയം. വിശ്വസിക്കുന്നവരാൽ, വായിച്ചേ, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. ഒന്ന്, എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. ഒന്നാമത്തെ ദൂത് പറയാം, വിശ്വസിക്കുന്നവരുടെ അധരങ്ങളാൽ ഭൂതങ്ങൾ അഴിഞ്ഞാടുന്നിടത്തുന്ന ചിലതിനെ നീ പുറത്താക്കും. ഒരാമയും വരുന്നില്ല. ഒന്നുകൂടെ ആ പദം എടുത്തു പറയാം. നിന്റെ അധരത്തിലെ വിശ്വാസത്തിന്റെ വാക്കിനാൽ ചിലതൊക്കെ പുറത്താക്കപ്പെടാൻ പോകുകയാണ്. അകത്ത് പോരാടുന്ന ചിലത്, അകത്ത് വെല്ലുവിളിക്കുന്ന ചിലത്, അകത്ത് തകർക്കുന്ന ചിലത് ഇന്ന് പകൽ പുറത്തു പോകും. വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്നിവിടെ മെസ്സേജ് നടക്കുമ്പോൾ തന്നെ ദൈവം എന്നോട് പറഞ്ഞു, ചിലതൊക്കെ പുറത്താക്കപ്പെടാൻ പോവാ. ആമേൻ, ആമേൻ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നിങ്ങൾ വീട് വിട്ടിറങ്ങി വന്നപ്പോൾ നിങ്ങളുടെ വീട്ടിനകത്ത് വെല്ലുവിളിച്ച ആ ദുഷ്ടശക്തി ഞാൻ പ്രാർത്ഥിക്കുമ്പോഴല്ല, നീ വിശ്വസിക്കുമ്പോൾ പുറത്തു പോകും. നീ വിശ്വസിക്കുമ്പോൾ പുറത്തു പോകും. ആഭിചാരങ്ങൾ പുറത്തു പോകും. രാത്രിയിലെ ഭയങ്ങൾ പുറത്തു പോകും. പൈശാചിക ദുഷ്ടശക്തികൾ പുറത്തു പോകും. നമുക്ക് ഓരോന്ന് ചിന്തിക്കാം. ഒന്ന്, വിശ്വസിക്കുന്നവരാൽ ഈ അടയാളം നടക്കും. ഒന്നാമത്തെ അടയാളം, സ്തോത്രം, വായിച്ചേ. ഒന്നാമത്തെ അടയാളം എന്താ? എന്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും. എന്റെ നാമത്തിൽ. റോബിൻ ഒരു ശുശ്രൂഷകനാണെങ്കിൽ റോബിന്റെ കഴിവിനാൽ ഭൂതം പുറത്താകുമെന്നല്ല, എന്റെ നാമത്തിൽ. ഈ ചിലരൊക്കെ പറയാറുണ്ട്, പണ്ടൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, കൃപയില്ലാതൊന്നും ഭൂതത്തെ ശാസിക്കരുത്, ശാസിച്ച ഭൂതം കൂടിങ്ങി പോരുമെന്ന്. അതാണ് മിണ്ടുന്നില്ല. എന്റെ പൊന്നു ബ്രദറെ, നിന്റെ ത്യാഗം കൊണ്ടല്ല ഭൂതം പോകുന്നേ, ഒരുവന്റെ നാമത്തിലാ. ആ നാമത്തിന്റെ ശക്തി അറിഞ്ഞവന് ഏത് ഭൂതത്തെ ശാസിക്കാം. തിരിച്ചറിയാൻ കൃപ ലഭിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ചുരുടെ കയറി പറയാം, എന്റെ മിടുക്കല്ലിവിടെ ഒരു അത്ഭുതം നടക്കുന്നത് ഈ നാമത്തിലാണ്. ഒരാമയും പറഞ്ഞാട്ട്. ഒരു രോഗി സൗഖ്യമായാൽ അത് യേശുവിന്റെ നാമത്തിലാണ്. ഒരുവന്റെ കടക്കെട്ട് പൊട്ടുന്നെങ്കിൽ അത് യേശുവിന്റെ നാമത്തിലാണ്. ഒരുവന്റെ മദ്യപാനം മാറുന്നെങ്കിൽ അത് യേശുവിന്റെ നാമത്തിൽ.
രക്തം ജയം. ഞാൻ ഒരു കാര്യം പറയാം, ഈ നാമത്തിന്റെ വലിപ്പം അറിഞ്ഞവർ ഏതു സമയവും വിടുതൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ ഒന്ന്, എന്റെ നാമത്തിൽ അവർ ഭൂതത്തെ പുറത്താക്കും. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, അകത്തുള്ളോണ്ടല്ലയോ പുറത്താക്കണ്ടേ? അതുകൊണ്ട് ആമീൻ വരുന്നില്ല. എത്രയോ കുടുംബങ്ങളെ, കൂടാരങ്ങളുടെ ഉൾമുറികളിൽ വ്യാപരിക്കുന്ന അശുദ്ധ ശക്തികൾ കുടുംബങ്ങളെ പിടിച്ചൊതുക്കുമ്പോൾ ദൈവം പറയാ, എന്റെ നാമത്തിൽ ചിലതിനെ നിങ്ങൾ പുറത്താക്കും. ഇന്ന് പകൽ ദൈവകൃപ പ്രാപിച്ചവരോട് വിളിച്ചു പറയാ, എന്റെ നാമത്തിൽ ചിലതിനെ പുറത്താക്കും. അവിടോട്ട് നമ്മൾ വരാൻ പോവാ. ഒന്ന്, എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. അടുത്തത്, പുതുഭാഷകളിൽ സംസാരിക്കും. രണ്ട്, പുറത്താക്കുന്നവന്റെ ഡ്യൂട്ടിയാ നിനക്ക് ഇതുവരെ കിട്ടാത്ത ഭാഷ നിന്റെ പ്രാർത്ഥനാ മുറി കർത്താവ് തരും. ഒരാമീൻ വരുന്നില്ല. മനസ്സിലായോ? നിന്നെ അയൽവക്കത്തുകാർ പഴിച്ചു പറയുമ്പം നിന്റെ ബെഡ്റൂമിനകത്ത് ഇതുവരെ ഭാമി സംസാരിക്കാത്ത ഭാഷ എന്റെ കർത്താവ് നിനക്ക് തരും. പുതുഭാഷകളിൽ സംസാരിക്കും. അടുത്തത്, സർപ്പങ്ങളെ പിടിച്ചെടുക്കും. അയ്യോ, അത് ചെറു നേരം നിൽക്കണം, അത് പ്രസംഗിച്ചു വരുമ്പം പറയാം. മൂന്ന്, വിശ്വസിക്കുന്ന നീ സർപ്പങ്ങളെ പിടിച്ചെടുക്കും. മനസ്സിലായോ? ആരാധിക്കുന്ന നിന്റെ നന്മകളിൽ വർഷങ്ങൾ കൊണ്ട് പോരാടി ഉല്ലസിക്കുന്ന സർപ്പശക്തികളെ നീ പിടിച്ചെടുക്കും. അടുത്തത്, മരണകരമായ യാതൊന്ന് കുടിച്ചാലും അവർക്ക് ഹാനി. നിനക്കെതിരെ സ്തോത്രം. ആമീൻ. ഏതൊക്കെ ആയുധങ്ങൾ വിട്ട് നിനക്കെന്തു തന്നാലും നിനക്ക് ഹാനി വരത്തില്ല. അടുത്തത്, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്ന് പറഞ്ഞു. ഇത്രയും പ്രസംഗിച്ച് തീരുമ്പം യോഗം കഴിയും. രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. ഇതാരാലാ നടക്കുന്നേ? 3 വർഷം ബൈബിൾ കോളേജ് പഠിച്ചിട്ട് 21 ദിവസം ഉപവസിച്ചിട്ട് ഒരു ഉപദേശി കൈവച്ച് ഓർഡർ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുമെന്നല്ല. അന്നോ വിശ്വസിക്കുന്നവരാൽ ഇത് നടക്കും. കൈവെടുത്തോടെ വിശ്വസിച്ചാൽ നിങ്ങളിൽ കൂടെ നടക്കും. ഞാൻ ഒരു സത്യം പറയാം, ഇന്ന് മെസ്സേജ് കേട്ട് വീട്ടിൽ പോയാലും നിങ്ങൾ ഈ വിശ്വാസം വാ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരാമീൻ പറഞ്ഞാട്ട്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ വിടുതലിന് വേണ്ടി ദൈവം വെച്ച വർഷമാ ഈ വർഷം. എന്തിനാണെന്നറിയാമോ? നിന്റെ വിശ്വാസം ചലിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തിന്റെ അത്ഭുതം വെളിപ്പെടുവാൻ തുടങ്ങും. നമുക്ക് വേദപുസ്തകത്തിലേക്ക് വരാം. കർത്താവിനെ 1-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. നമ്മൾ 1-ാമത്തെ ഭാഗം ശ്രദ്ധിക്കുക. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടത്തും. അടുത്തത്, അവർ എന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കും. ഇവിടെ രാമീൻ പറയണം. ഹല്ലേലൂയ. എന്നോട് യേശു പറഞ്ഞു, ഇന്ന് പകൽ അകത്ത് പോരാടുന്ന ചിലതിനെ എൻ്റെ ദൈവം പുറത്താക്കാൻ ആഗ്രഹിക്കുന്നു. ചില വീടുകൾക്കകത്തു നിന്ന്, ചില പ്രോപ്പർട്ടികൾക്കകത്തു നിന്ന്, ചില കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിനകത്തു നിന്ന്, ചില ബുദ്ധിമണ്ഡലത്തിനകത്തു നിന്ന്, നിന്റെ ഭാവി പദ്ധതികളെ തടയുന്ന എല്ലാ പൈശാചിക ശക്തികളെയും അത് നിൽക്കുന്ന മണ്ഡലത്തിൽ നിന്ന് എൻ്റെ ദൈവം പുറത്താക്കും. ഒരുപക്ഷെ ഇന്ന് ആരാധന കഴിഞ്ഞ് കടന്നു ചെല്ലുമ്പോൾ നിന്റെ വീടിനകത്ത് നീ ഒരു അത്ഭുതം കാണാൻ പോകുകയാ. നമുക്ക് ബൈബിളിൽ നിന്ന് ഇച്ചിരുടെ ആഴമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാം. എൻ്റെ നാമത്തിൽ എങ്ങനെ ഭൂതങ്ങൾ പുറത്താക്കപ്പെടും? ഇന്ന് ഒരു കാര്യം ദൈവാത്മാവ് വെളിപ്പെടുത്തി തരുന്നു. വർഷങ്ങൾ കൊണ്ട് അകത്തുനിന്ന് പോരാടിയ പലതും ഇന്ന് പുറത്തിറങ്ങും. അടുത്ത ദിവസങ്ങളിൽ നിനക്ക് കാണാം, ചിലത് പുറത്തിറങ്ങും. നിന്റെ വീടിനകത്തെ കോലാഹലം അവസാനിക്കാൻ പോവുക. നിന്റെ വീടിനകത്തെ അനൈക്യത മാറാൻ പോകുകയാ. നിന്റെ വീടിനകത്തെ നിരാശ മാറാൻ പോകുകയാ. നിന്റെ വീടിനകത്ത് അടിക്കടി വരുന്ന രോഗശക്തികൾ, പറന്ന് പറന്ന് നടക്കുന്ന രോഗത്തിന്റെ ആത്മാവ്, ഒരു പടി കയറി പറയാം. ഞാൻ കാണുന്നൊരു വിഷം പറയാം. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ധാരാളം കവുങ്ങുകൾ ഉള്ള സ്ഥലത്ത്, പാക്കുള്ള കവുങ്ങുള്ള സ്ഥലത്ത്, പ്രത്യേകിച്ച് ഈ കണ്ണൂരൊക്കെ ചെന്നാൽ നമുക്ക് കാണാം ധാരാളം കവുങ്ങുകളുള്ള തോട്ടം. അതിൽ പാക്ക് പറിക്കാൻ കയറുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ടോ? ഒരു കവുങ്ങേലേ കയറത്തുള്ളൂ, പിന്നെ ആടി അങ്ങേ കവുങ്ങ ചെല്ലും എന്ന് പറഞ്ഞ പോലെ ചില വീടിനകത്ത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മാറി മാറി നിൽക്കുന്ന ചില ശക്തികളെ ഇന്നെന്റെ കർത്താവ് പുറത്താക്കും. പ്രാർത്ഥനയിൽ കണ്ടുകൊണ്ടിരിക്കണം. ചിലതിനെ ദൈവം പുറത്താക്കും.
പ്രാർത്ഥിക്കുന്നവരോട് ദൈവാത്മാവ് പറയുന്നു, ഇന്നത്തെ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ചിലതിനെ എന്റെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ചിലതൊക്കെ പുറത്താക്കാൻ പോവുക. നിന്റെ വീടിനകത്ത് നിരാശ വിതയ്ക്കുന്ന, നിന്റെ വീടിനകത്ത് സങ്കടം വിതയ്ക്കുന്ന, നിന്റെ വീടിനകത്ത് അനർത്ഥം വിതയ്ക്കുന്ന ചില ശക്തികളെ ദൈവം എന്താ സിസ്റ്റർ പേര്? എന്റെ പേര് സേതുലക്ഷ്മി. സേതുലക്ഷ്മി, എത്ര നാളുകൊണ്ട് ഈ ചെവി? 4 വർഷമായിട്ട് കൈ താത്തിട്ടാണ്. 4 വർഷം കൊണ്ട് ഈ ചെവി ഒട്ടും കേൾക്കത്തില്ലായിരുന്നു. ഒരു ചെവിയുടെ സഹായത്തിലാ ജീവിച്ചേ. മൊബൈലൊക്കെ സ്പീക്കർ ഫോൺ ഇട്ടാ ഈ ചെവി വെക്കുന്നേ. ഈ ചെവി ഒട്ടും കേൾക്കത്തില്ല. ഇപ്പൊ ഇവിടെ പ്രാർത്ഥിച്ചപ്പോ എന്താ സംഭവിച്ചത്? എനിക്ക് ഏതാണ്ട് ഓർമ്മയില്ലാതെ എനിക്ക് വിമിഷ്ടമുണ്ടായിരുന്നു. താണ്ട വീണു. ചോദിക്കുന്നത് ഇപ്പൊ ചെവി കേട്ടോ? ചെവി കേട്ടു, നല്ലതായിട്ട് കേൾക്കും. 4 വർഷം കൊണ്ട് അടഞ്ഞ ചെവിയെ എന്റെ കർത്താവ് തുറക്കുക. സിസ്റ്റർ എന്താ പേര്? എന്റെ പേര് ജയ. ജയ, എവിടെയാ സ്ഥലം? പൂവന്തുരുത്ത്. നിങ്ങൾക്ക് എന്തായിരുന്നു ബുദ്ധിമുട്ട്? എനിക്ക് ശ്വാസകോളിനകത്ത് തൈറോയിഡായിരുന്നു. ശ്വാസകോളിനകത്ത് തൈറോയിഡ് ആയിരുന്നു. എത്ര വർഷം കൊണ്ട് തൈറോയിഡ് ഉണ്ടായിരുന്നു? 1 വർഷമായിട്ട്. 1 വർഷമായി. എന്നാ നിങ്ങൾ ഇവിടെ പ്രാർത്ഥനയ്ക്ക് തൈറോയിഡിന്റെ സൗഖ്യത്തിന് വേണ്ടി വന്നേ? മാർച്ച് 20-ാം തീയതി ഈ KPS മേനോൻ ഹാളിനകത്ത് വെള്ളിയാഴ്ച വന്നു. തനിക്ക് അതിഭയങ്കരമായി തൈറോയിഡിന്റെ ബുദ്ധിമുട്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞ് വീണ്ടും ചെക്ക് ചെയ്തോ? പോയി തൈറോയിഡ് ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. തൈറോയിഡ് ചെക്ക് ചെയ്ത് കുത്തി എടുത്തിട്ടൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഒരു 5 ടെസ്റ്റ് ചെയ്ത് ബ്ലഡിനകത്ത് ഒന്നുമില്ല. ആ തൈറോയിഡ് അവിടെ ഇല്ല. ഡോക്ടർക്ക് തന്നെ ഭയങ്കര അതിശയം. ഡോക്ടർക്ക് ഭയങ്കര അതിശയമായി പോയി. ആ തൈറോയിഡ് ഈ ശരീരത്തിൽ ഇല്ല. മരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഇനിയിപ്പം കുത്തിയെടുത്ത് പരിശോധിക്കണ്ട, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഇവരെത്ര പരിശോധിച്ചിട്ടും ഇപ്പൊ തൈറോയിഡിന്റെ രോഗമില്ല. ആരാ നിങ്ങളെ സൗഖ്യമാക്കിയേ? യേശു അത്ര സൗഖ്യമാക്കിയത്. ആന്റി, എന്റെ വല്യമ്മ എന്നെ കൊണ്ടുവന്നത്. ഈ ആന്റിയാണ് ഈ മകളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ഇവരുടെ ജീവിതത്തിലെ തൈറോയിഡിനെ എടുത്തു മാറ്റിയ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര കാര്യങ്ങൾ ചെയ്യും. അതുപോലെ തന്നെ എന്റെ വീട്ടിൽ ഒരു സന്തോഷമില്ലായിരുന്നു. ഇപ്രാവശ്യം വിഷു ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും വന്നുകൂടി. എനിക്ക് എന്റെ ഈ പൈസ ഒന്നുമില്ല, എന്നാലും ഞാൻ അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഇല്ലാത്തൊരു സന്തോഷം കർത്താവ് കൊടുത്തു. ഞങ്ങൾ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ അനുഗ്രഹിക്കാൻ പോകും. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴിൽ വരികയാണ്. ഈ വചനം കണ്ടുകൊണ്ടിരുന്ന മക്കളെ വർഷങ്ങൾ കൊണ്ട് അലട്ടിക്കൊണ്ടിരിക്കുന്ന സകല പൈശാചിക ദുർവ്യാപാരങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ബന്ധിക്കുന്ന കർത്താവ്. അവരുടെ രോഗം സൗഖ്യമാകട്ടെ, അവരുടെ കടക്കണി പൊട്ടട്ടെ, അവരുടെ പ്രശ്നങ്ങൾ അഴിയട്ടെ, അവർ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. കർത്താവ്, നിന്റെ നാമത്തിന്റെ കൊടി അവരുടെ മേൽ ഉയരണം. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങൾ ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായല്ലോ. ഞങ്ങളെ നേരിട്ട് കാണാൻ എല്ലാ വെള്ളിയാഴ്ചയും കോട്ടയം KPS മേനോൻ ഹാൾ, ഞായറാഴ്ച രാവിലെ 7 തൊട്ട് 9 വരെ തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെന്റർ, രാവിലെ 10 മുതൽ KPS മേനോൻ ഹാൾ. നേരിട്ട് വരിക, നമുക്ക് ഒന്നിച്ചു കാണാം. നിങ്ങൾക്കും ഈ TV ശുശ്രൂഷ സ്പോൺസർ ചെയ്യാം. തുച്ഛമായ പൈസ കൊണ്ട് ലക്ഷങ്ങളെ വചനം എത്തിക്കാം. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വരുമാനത്തിൽ നിന്ന് ഒരു ചെറിയ ഭാഗം ജീസസ് വോയിസിന്റെ TV ശുശ്രൂഷയിലൂടെ അയക്കുക. ഞങ്ങൾക്ക് ഈ നവംബർ, ഡിസംബർ, ജനുവരി മാസങ്ങൾ പല സ്ഥലത്ത് TV പ്രേക്ഷക സംഗമം നടത്താൻ ആഗ്രഹമാണ്. നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിലും ആഗ്രഹമാണ്. താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. ഗോഡ് ബ്ലസ് യു. യേശു ക്രിസ്തുവിലൂടെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലേക്ക് വരട്ടെ. ഗോഡ് ബ്ലസ് യു.